നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ഗോവസ്വാമി എന്നല്ല, ഞാൻ ഗോവൻ ചേട്ടൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഗോവമണി എന്നാണ് യഥാർത്ഥത്തിൽ പേര്. ഗോവമണി എന്നാണ് യഥാർത്ഥ പേര് എല്ലാവരും വിളിച്ചത്. ഇവിടെ ക്ഷേത്രം പണിയെന്ന് വെച്ചാൽ ഇവർ ഗുരുവാണ്, ആചാര്യനാണെന്നൊക്കെ നമുക്കറിഞ്ഞൂടാ. അങ്ങനെയാണ് ഈ സ്വന്തമായിട്ട് ഈ പ്രതിഷ്ഠ വെച്ചപ്പോഴും അങ്ങനെയാണ് സ്വന്തമായിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തത്. വേറെ ഒരു നമ്പൂതിരിമാരെ ആരെയും ഇവിടെ ഇരുത്തിയിട്ടില്ല. ഇങ്ങനെ മോനും കൂടിയാണ് ഇരുന്നത്. ഇങ്ങനെ മോന് പണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ദേവസ്വം ബോർഡിൽ പണി കിട്ടിയാണ്, ആനയാണ്, കൊട്ടാരക്കര ഗണപതികളാണ്. അതൊക്കെ വെറും കള്ളം പറഞ്ഞാണ് മോൻ പെണ്ണിട്ടിയതല്ല. രാജസേനൻ എന്ന് പറഞ്ഞാൽ പെണ്ണിട്ടിയത് വെറും കള്ളത്തിലാണ്. പക്ഷേ ഇപ്പോഴ് എഴിക്കാൻ വയ്യാതെ നടന്ന ഒരു മനുഷ്യനാണ്. മൂത്രവും മലവും എല്ലാം കിടന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ എങ്ങനെ കോവിലിൽ ചെന്ന് കരിക്ക് ജപിച്ച് കുടിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കഞ്ഞി എങ്ങനെ കുടിച്ചു, അത് കഴിഞ്ഞിട്ട് എങ്ങനെ BP ഷുഗറിൻ്റെ ഗുളിക കഴിച്ചത് മൂത്തമായി കൊടുത്തു, അത് കഴിഞ്ഞിട്ടാണ് സമാധി ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിരുന്നെന്ന്. വെറും പച്ച കള്ളം. ഇതെല്ലാം കുറയ്ക്കുക. അതുപോലെ മൂത്തവൻ പറയണമെന്ന് വെച്ചാൽ അച്ഛൻ ചെന്ന് ചമ്മണം കൂട്ടിയിരുന്ന് തലയിൽ കൈവച്ച് കൊടുത്തു. ഇതൊക്കെ വെറും കള്ളം. അമ്മ പറയണ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ച് തുടിക്കണമെന്ന്. ഇത് മൂന്ന് രീതിയിൽ സംസാരിക്കുകയാണ്. ഇതുവരെ ഇതിൽ കൊലക്കുറ്റത്തിൽ കേസെടുക്കണം. അമ്മയും 2 മക്കളെയും മരുമകളെയും കൊലക്കുറ്റത്തിന് കേസെടുത്താലേ ഇത് ഇവരെ പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്ത് ചെയ്യണം.